ക്ലൈമറ്റ് മോർണിംഗ് വാക്കിന് പോകാനായിട്ട് പറ്റിയതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി തീർന്നു പോയി, അതുകൊണ്ട് കുറച്ച് നെയ്യ് എടുത്തു, അതിൽ 2 ഹോൾ ഗ്രെയിൻ ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുത്തു കേട്ടോ. പിന്നെ പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു, രണ്ടും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം ഞാൻ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ വെയിലുണ്ടെങ്കിൽ കൂടിയും ജാക്കറ്റ് ഇടാതെ ഇവിടെ പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ല. ചെറിയ തണുത്ത കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തണുത്ത കാറ്റടിച്ചിട്ട് എനിക്ക് ചെറിയ കൈമുട്ട് വേദനയൊക്കെ ഉണ്ട്, അത് വെറുതെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ലിപ് ബാമും മോയ്സ്ചറൈസറും മസ്റ്റാണ് കേട്ടോ, കാരണം പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോകാനായിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇതേ മഞ്ഞപ്പൂക്കളെല്ലാം ഇപ്പം വെള്ളപ്പൂക്കളായിട്ടുണ്ട്. പാർക്കിൽ വെച്ചിട്ട് നമ്മുടെ ചിലി ആൻറ്റീനെയും നിക്കോ ബേബിനെയും കണ്ടു. മാത്രമല്ല വേറൊരു കുഞ്ഞൻ ചെക്കനെ കൂടി കണ്ടു കേട്ടോ. അതിൻ്റെ ഓണർ ഒരു ബോൾ എടുത്തെറിയും, പുള്ളിക്കാരൻ ഓടിപ്പോയി എടുത്തിട്ട് വരും. കുറച്ച് നേരം അവൻ്റെ കളിയൊക്കെ കണ്ടു. അതിനുശേഷം ഞാനും ചിലി ആൻറ്റിയും നിക്കോ ബേബിയും കൂടെ നമ്മുടെ പതിവ് റൂട്ട് കുറേ ദൂരം നടന്നു. നടക്കുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു വയലറ്റ് പൂ കണ്ടത്, നല്ല ഭംഗിയുണ്ട്, അങ്ങനെ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഇതുപോലെ വെള്ളപ്പൂക്കൾ. ഇതിങ്ങനെ ഊതി കളിക്കലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ജോലി, പുറത്തിറങ്ങിയാൽ. അതിനുശേഷം ഞാൻ വീടിനകത്തേക്ക് കയറി.